ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ചേച്ചി തറവാട്ടിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ. അപ്പോൾ അതാ മാങ്ങാ സമ്മന്തി ഉണ്ട്, ചീരത്തോരനുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെയാണ് ഞങ്ങൾക്ക് കൊണ്ട് തന്നത്. അപ്പോൾ നല്ല സൗകര്യവും പിന്നെ ചക്കക്കുരുവും മാങ്ങയും അത് കൂടെ ഇതാ കറി ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ചേച്ചി കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. ഇതെങ്ങനെ കണ്ണിമാങ്ങ കൊണ്ട് തന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഉപ്പിടാൻ വേണ്ടി പറഞ്ഞു, ഉപ്പിലിട്ട് വെക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും പറഞ്ഞു തന്നു. അപ്പോൾ അതാ നല്ലൊരു ഡ്രൈ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ റോക്ക് സോൾട്ടാണ്, നമ്മുടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് ഒരു ലെയർ മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. എനിക്ക് അധികം ഇടാനും പേടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ട്രയൽ നോക്കിയപ്പോൾ ഉപ്പ് കൂടിപ്പോയി, അതുകൊണ്ട് ഉപ്പ് ഞാൻ അധികം ഇടുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ലെയർ ആക്കി ഇട്ടിട്ട് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫൈനലി അങ്ങോട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് ഡേ അതൊന്ന് കുലുക്കി വെക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. മോർണിംഗും ഈവനിങ്ങുമാണ് ഇതിങ്ങനെ കുലുക്കി വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ അത് ഇതാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്തോഷം, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, നമ്മൾ എന്നത് ചെയ്യുകയുമാണ്. അപ്പോൾ ദാ ബോട്ടിലും ക്ലോസ് ചെയ്ത് അതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ദാ ചക്കക്കുരു ഇതും ക്ലീൻ ചെയ്താൽ കൊണ്ട് തന്നിരിക്കുന്നത്. പിന്നെ ദാ നമ്മുടെ ചീര എല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുക വേണ്ടു ഡയറക്റ്റായിട്ട്. അപ്പോൾ ചേച്ചിക്ക് ശരിക്കും താങ്ക്സ് പറയണം. ആദ്യം എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് അതാ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടുമ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പും ഇട്ടു, പിന്നെ ചുവന്ന മുളകും ഇട്ടു. ഒന്ന് മൂത്ത ശേഷം ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഉള്ളിയും ചെറിയ ഉള്ളിയും ഗാർലിക്കുമൊക്കെ വഴന്ന ശേഷം ഇതാ നമ്മുടെ ചീര. ചേച്ചി പറഞ്ഞു ഡയറക്റ്റ് യൂസ് ചെയ്തോളൂ, വൃത്തിയാക്കി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഇട്ട ശേഷം കുറച്ച് ഉപ്പ്, അധികം ഉപ്പിടണ്ട, ചീരയല്ലേ വേഗം അങ്ങോട്ട് ചുങ്ങും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ ചീര ഉപ്പേരിക്കുള്ള നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ അതങ്ങോട്ട് അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചക്കക്കുരു ഇത് കുക്കറിൽ വേവിക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ടു. പാകത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം കുക്കറിൽ വേവിക്കുകയാണ്. ഞാൻ സാധാരണ കുക്കറിൽ ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഇറക്കിയിട്ടാണ് വേവിക്കാറ്. ഒരു 2 വിസിൽ വെച്ചു ഞാൻ. ഇടയ്ക്ക് ഇതാ ഉപ്പേരിയും ഇളക്കി കൊടുത്തു. ഉപ്പേരി വേഗം ചീരയല്ലേ, അപ്പോൾ വേണമെങ്കിൽ നാളികേരം ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ നാളികേരം ഇട്ട് ഒന്നും കൂടി അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ ഇതാ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഷിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ ചക്കക്കുരു മാങ്ങയും കൂടിയിട്ടാണ്, ചേച്ചി തന്ന മാങ്ങ തന്നെയാണ് ഇതാ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോഴത്തേനും എന്താ ചക്കക്കുരു വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങയും കൂടെയുള്ള കറി ഉണ്ടാക്കാം. ആദ്യം എന്താ മാങ്ങ വെള്ളവും ഒഴിച്ച് പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ട് വേവിക്കുകയാണ്. ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇതാ വേവിച്ച ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് മാങ്ങ കുറച്ച് എക്സസ്സായി. അപ്പോൾ ഞാൻ മാങ്ങാ സമ്മന്തി അരക്കുകയാണ്. നാളികേരവും മാങ്ങയും ചെറിയ ഉള്ളിയും മുളകും ഉപ്പുമൊക്കെ ഇട്ടിട്ട് മാങ്ങാ സമ്മന്തിക്ക് ഇത് അരക്കുകയാണ്. ഫൈനലി നമ്മുടെ കരിവേപ്പിലയും ഇട്ട് മാങ്ങാ സമ്മന്തി റെഡിയായി. നല്ല പുളിയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചക്കക്കുരു കറിക്കുള്ള അരപ്പാണ്. നാളികേരവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും അതരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ അരപ്പാണ് ഈ കൂട്ടാനിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നാടൻ കറിയാണ്. ഇനിയിപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ, ചക്കയും മാങ്ങയൊക്കെ നമുക്ക് കിട്ടും ഈ സമയത്ത്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെന്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ കടുക് വറുക്കാനായിട്ട് കടുക് പൊട്ടിച്ചു. ചുവന്ന മുളകും കരിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അങ്ങനെ മുളക് പൊടിയും ആഡ് ചെയ്ത ശേഷം ഇതപ്പോൾ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ കറി ചക്കക്കുരുവും മാങ്ങയും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് പാകത്തിനെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉച്ചയൂണിനുള്ള കറികൾ റെഡിയായി. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കക്കുരുവും മാങ്ങയും കൂടിയിട്ടുള്ള കറി, പിന്നെ മാങ്ങ സമ്മന്തി, ബാക്കി വന്ന് മാങ്ങയിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ചീരത്തോരൻ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെനിക്ക് കോട്ടായിന്ന് ചേച്ചി കൊണ്ട് തന്നതാണ്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.